എല്ലാവർക്കും യുവി ഫുഡ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കട്ട്ലേറ്റ് ആട്ടോ. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല കട്ട്ലേറ്റ്, ബീഫ് കട്ട്ലേറ്റ്. അതാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യം നമുക്ക് ഒരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. അതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. എന്നിട്ട് നമ്മളതിനകത്തേക്ക് സവാള, നല്ല കൊത്തി അരിഞ്ഞ സവാള നമ്മൾ ഇടുന്ന കേട്ടോ. നല്ല കൊത്തി അരിഞ്ഞ സവാള നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത് നമ്മളെടുക്കുന്ന ബീഫിനെ ആസ്പദമാക്കിയിട്ട് വേണം നമ്മൾ സവാള ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മളൊരു 1/2 കിലോ ബീഫ് എടുക്കുകയാണെങ്കിൽ ഒരു 200 ഗ്രാം സവാളയൊക്കെ തന്നെ ധാരാളം മതിയാവും. അത്രയും സവാള നന്നായിട്ട് കൊത്തി അരിഞ്ഞ് പേസ്റ്റ് ആക്കുക. ഇതിനെതിരെ നമുക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട്. അത് ഒരു പച്ചമുളക് 4ആയിട്ട് കീറി ചെറിയ പീസായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട്, കാരണം എന്താ അറിയോ, ഇതിൻ്റെ ഉള്ളികൾ അതല്ലെങ്കിൽ ഒരുമാതിരി പൊങ്ങി നിൽക്കും. ഇത് വേണ്ടതിട്ട് നമ്മൾ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക. ഇഞ്ചി ചതച്ചതും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. ഇനി വേണ്ടത് നമുക്ക് എന്താ, കുരുമുളക് പൊടി. ഇതിന് നമ്മൾ പച്ചമുളക് ഇട്ട് ബാലൻസ് നമ്മുടെ എരിവിന് ആസ്പദമായിട്ട് നമ്മൾ കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ കുരുമുളക് പൊടി നമ്മൾ ചേർക്കാൻ പോവുക. ഇത് ഞങ്ങൾ തന്നെ ഇവിടെ പൊടിപ്പിക്കുന്ന കുരുമുളക് പൊടി ആയതുകൊണ്ട് കുറച്ച് നല്ല എരിവൊക്കെയുള്ള നല്ല കുരുമുളക് കേട്ടോ. ഞങ്ങൾ സ്വന്തമായിട്ട് മേടിച്ച് അങ്ങ് പൊടിപ്പിക്കുന്നതാണ്. അപ്പോൾ അതിനിട്ട് ഞങ്ങൾക്ക് അല്പം നന്നായിട്ട് പൊടിപ്പിച്ചെടുക്കാൻ സാധിക്കും. ഇതിനകത്തേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ചേർക്കുക കേട്ടോ. ഈ ഗരം മസാലപ്പൊടിയും ഞങ്ങൾ തന്നെ ഇവിടെ പൊടിപ്പിക്കുന്ന, ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് മസാലകൾ മേടിച്ച് എല്ലാം കൂടെ ചേർത്ത് പൊടിപ്പിച്ചെടുക്കുന്ന കേട്ടോ. നന്നായിട്ട് ചൂടാക്കി അത് എടുത്ത് പൊടിപ്പിച്ച് മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ മസാലക്കൂട്ടുകൾ നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ നമ്മൾ ഈ ഗരം മസാലയും നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതായത് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അതായത് വളരെ കുറച്ച് ഗരം മസാല ഉപയോഗിച്ചാൽ മതി. കാരണം തനി മസാലകൾ മാത്രമാണ് നമ്മളിതിനകത്ത് ഉപയോഗിച്ച് പോകുന്നത്. എന്നിട്ട് നമ്മളിത് ബീഫ് നമ്മളിതിനകത്തേക്ക് പുഴുങ്ങി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് നമ്മളിതിനകത്തേക്ക് ഇടുകയാണ്. ഈ പുഴുങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് പുഴുങ്ങിയേക്കണം കേട്ടോ. മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടിയിട്ട് പുഴുങ്ങിയേക്കണം. എന്നിട്ട് നമ്മൾ കിഴങ്ങ് പുഴുങ്ങി കുക്കറിൽ തന്നെയാണ് കിഴങ്ങും പുഴുങ്ങിയെടുത്തത്. നന്നായിട്ട് ഉടഞ്ഞു വരാനായിട്ടാണ്. എന്നിട്ട് അത് നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് കിഴങ്ങ് നല്ല വെള്ളം ഒട്ടുമില്ലാതെ നന്നായിട്ട് പുഴുങ്ങി ഉടച്ചെടുത്തതാണ് ഈ കിഴങ്ങും ഈ കൂട്ടും കൂടെ. എന്നിട്ട് നമ്മളത് അടുപ്പയിൽ നിന്ന് മാറ്റിയിട്ട് തണുക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കും പോലെ നന്നായിട്ട് കുഴച്ച് യോജിപ്പിച്ചിട്ട് ഇത് നമ്മൾ ഉണ്ടകളായിട്ട് ഉരുട്ടായി മാറ്റി വയ്ക്കണം. ഈ ഉരുട്ടി മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നീട് കട്ട്ലേറ്റിൻ്റെ പരുവത്തിലേക്ക് മാറ്റുക. ആദ്യം നമ്മൾ ഇത് ഉരുട്ടി തന്നെ മാറ്റി എല്ലാ കൂട്ടുകളും നമുക്ക് മാറ്റി വയ്ക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കട്ട്ലേറ്റ് പിടിക്കുക, അത് കട്ട്ലേറ്റ് പരുവത്തിലാക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാം നമ്മൾ ഒരുമിച്ച് ഒരു പാത്രത്തിനകത്തേക്ക് ഇതെല്ലാം ഉണ്ട പീസുകളാക്കി മാറ്റി വയ്ക്കണം. അതാണ് നമുക്ക് പിന്നീട് ഇത് ചെയ്യാനായിട്ട് പെട്ടെന്ന് എളുപ്പത്തിനുള്ള മാർഗ്ഗം. അത് നമ്മളല്ലാണ്ട് ഒരെണ്ണം ഉരുട്ടിയെടുത്തു, അത് കട്ട്ലേറ്റിൻ്റെ പരുവത്തിലാക്കി, അത് മുട്ടയിൽ മുക്കി, വീണ്ടും ബ്രെഡ് ക്രംസിൽ മുക്കി, അത് ഭയങ്കര മെനക്കെട്ട പരിപാടിയല്ലേ. അതുകൊണ്ട് ഇതിങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഉരുട്ടി എല്ലാം മാറ്റിയങ്ങ് വയ്ക്കാം. എല്ലാം ഉണ്ട പീസാവട്ടെ. ഇതെല്ലാം ഉരുട്ടി നമുക്കിതേ മാറ്റി ഒരു ട്രേക്കകത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എന്നിട്ട് ഇതിനെ നമ്മൾ ഓരോന്നോരോന്നെടുത്ത് നമുക്കിനി വളരെ പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ. ഇത് കൈയുടെ വെള്ളപ്പത്തിയിൽ വയ്ക്കുക. അത് ഈ മുട്ടയും മൈദാമാവുമാണ് ഇത് കേട്ടോ. 3 മുട്ടയും കുറച്ച് മൈദാമാവും. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് ഒരു ഗ്രേവി പരുവത്തിലാക്കി എടുക്കണം. ഈ ലൂസ് പരുവത്തിനകത്തേക്ക് എടുത്തിട്ട് നമ്മൾ ഈ കട്ട്ലേറ്റ് വട്ടത്തിനാക്കി വെച്ചിട്ട് അത് ഇതിനകത്തേക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കണം. ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്തിട്ട് ഇത് നേരെ പ്ലേറ്റിലോട്ട് മാറ്റണം. നമുക്ക് കുറച്ചായതിനു ശേഷം പൊരിക്കുന്നതാവും വളരെ നല്ലത് കേട്ടോ. ഇതുണ്ടോ, നമ്മളിത് കുറച്ചാക്കി വെച്ചതിന് ശേഷമാണ് നമ്മളിത് പൊരിക്കാൻ പോകുന്നത്. അതായത് ആ മസാലക്കൂട്ട് എണ്ണ നന്നായിട്ട് ചൂടായി. ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്കിത് ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഓരോന്നോട്ട് ഇടാൻ നിൽക്കേണ്ട. പ്ലേറ്റിലും കുറച്ച് ചട്ടി വലുതായതുകൊണ്ടും ആ പ്ലേറ്റോടുകൂടി ഇങ്ങനെ ചെരിച്ചിട്ട് കൊടുത്താൽ അതങ്ങ് വീണോളും. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഓരോന്നോട്ട് വെച്ച് കൊടുക്കുന്നതാവും എളുപ്പം. അല്ല മൊത്തവും കൂടെ ചെയ്തിട്ട് കൊടുത്താൽ അത്രയും എണ്ണ ഉണ്ടാവത്തില്ല, ചരുവും അത്ര വലുതായിരിക്കത്തില്ല. എന്നിട്ട് നമ്മൾ ചെറിയ ചട്ടു എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഇളക്കി മറിച്ച് കൊടുക്കണം കേട്ടോ. ചെറുത് എന്തെങ്കിലും ആകും, വലുതിട്ട് കുത്തി അതൊന്നും ഉടയ്ക്കാൻ പാടില്ല. ഒന്ന് മുരിഞ്ഞ് വരുന്നവരെ അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. മുരിഞ്ഞ് വരുമ്പോഴേ പുറം ഇത്തിരിയെങ്കിലും നല്ല കട്ടിയായി വരുള്ളൂ.
എന്നിട്ട് ഇതുപോലെ നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ നമ്മൾ പൊരിച്ചിട്ട് നമ്മളത് കോരി മാറ്റണം. ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഒരു വലിയ കണ്ണാപ്പൊന്നും കിട്ടാൻ പാടില്ല, ചെറിയ നൈസായിട്ട് എന്തെങ്കിലും പാത്രം ഇട്ട് തിരിച്ചു കൊടുക്കണം. അന്നേരം ഇത് പൊട്ടലൊന്നും കൂടാതെ നല്ല എണ്ണ കുടിക്കാത്ത രീതിയിൽ നല്ല ഒരു കട്ട്ലേറ്റ് നമുക്ക് പൊരിച്ചെടുക്കാൻ സാധിക്കും. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയൊരു വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.